പ്ലാവിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏവർക്കും സുപരിചിതയായ മഹാഭാരത കഥാപാത്രം അംബയെ കേന്ദ്രീകരിച്ച് കോറമംഗലം നാരായണൻ നമ്പൂതിരി എഴുതിയ അംബ എന്ന പേരിൽ തന്നെയുള്ള നോവലിൻ്റെ വായനാനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നത്. കേവലം നോവലിൻ്റെ ആസ്വാദനം എന്നതിലുപരി പ്രകൃതി എങ്ങനെയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് എന്ന ഒരു വിശകലനം കൂടി ഞാനിവിടെ ഉദ്ദേശിക്കുന്നു. ഹസ്തിനപുര രാജാവായ വിചിത്രവീര്യന് വേണ്ടി ഭീഷ്മ പിതാമഹൻ ബലാത്കാരേണ കൊണ്ടുവന്ന 3 രാജകുമാരികളിൽ ഒരാളാണല്ലോ അംബ. ഇതിൽ അംബികയും അംബാലികയും ഭീഷ്മ പിതാമഹൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിചിത്രവീര്യൻ്റെ ഭാര്യയാവാൻ അംഗീകരിച്ചപ്പോൾ അംബ അതിന് കൂട്ടാക്കിയില്ല. നിർബന്ധപൂർവമാണെങ്കിലും അംബ പ്രണയിക്കുന്ന സാലുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഭീഷ്മരും സമ്മതിക്കുകയാണ്. ഇവിടെയാണ് അംബയുടെ ധർമ്മസങ്കടങ്ങൾ ആരംഭിക്കുന്നത്. മറ്റൊരു പുരുഷൻ കൈപിടിച്ചു കൊണ്ടുപോയ സ്ത്രീയെ എങ്ങനെയാണ് താൻ സ്വീകരിക്കുന്നത്, അഥവാ സ്വീകരിച്ചാൽ തന്നെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയും എന്നുള്ള ഒരുപാട് ചിന്തകൾ സാലുവിനെയും പരിഭ്രാന്തനാക്കി. അംബ അവിടം വിട്ട് തപസ്സിനായി കാട്ടിലേക്ക് പോയെങ്കിലും മുനിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ പിതാവിൻ്റെ കൊട്ടാരവും അംബയ്ക്ക് ശാന്തിയും സമാധാനവും നൽകിയില്ല. തൻ്റെ മകൾ വിവാഹം കഴിച്ച് സുഖമായിരിക്കുന്നത് കാണണം എന്നാഗ്രഹിക്കുന്ന പിതാവ് തൻ്റെ ശക്തിവിക്രമങ്ങൾ കാണിക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തെ ഒട്ടും കൂട്ടാക്കാത്ത ബഹുമാനിക്കാത്ത ഭീഷ്മർ അധികാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ദന്തഗോപുരത്തിലിരുന്നു കൊണ്ട് സ്നേഹിച്ച പെൺകുട്ടിയെ തമസ്കരിച്ച സാല്വൻ, ഈ 3 പുരുഷ കേസരികൾക്കിടയിൽ വീർപ്പുമുട്ടുന്ന അംബയെ പ്രകൃതിയാണ് കൈനീട്ടി സ്വീകരിക്കുന്നത്. നോവൽ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. മനുഷ്യരുടെ ബഹളം ഇവിടെയില്ല. അങ്ങനെ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് അല്പം അകലെ വെച്ച് കേൾക്കാവുന്ന ഏതോ ആശ്രമ പ്രദേശത്തെ വേദോച്ചാരണ മന്ത്രത്തിൻ്റെ നേർത്ത ശബ്ദം മാത്രം. ശീർണപർണങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. വൈകുന്നേരത്തെ കാറ്റ് ആശ്രമത്തിലൂടെ ഒഴുകിപ്പോയി. കാറ്റിന് കാട്ടാറിൽ നിന്ന് കോരിയെടുത്ത കുളിർമയുണ്ടായിരുന്നു. അംബ അപ്പോഴും ധ്യാനത്തിലായിരുന്നു. കാട് അംബയ്ക്ക് നൽകിയ ശാന്തിയും സമാധാനവും അതിലുപരി ഊർജവും എത്രത്തോളമാണെന്ന് 4-ാം അധ്യായത്തിൽ ഒന്നുകൂടി വ്യക്തമാകുന്നു. നടന്ന് അവൾ മെല്ലെ കാട്ടിലേക്ക് പ്രവേശിച്ചു. ഉൾക്കാട്ടിലേക്ക് ചെന്ന അംബ തനിച്ചായിരുന്നു. കാട്ടുമൃഗങ്ങളെ അവൾ ഭയപ്പെട്ടില്ല. അവളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവ അവളെ നോക്കി നിന്നതേയുള്ളൂ. സാളഗ്രാമം പോലെ ഇരുണ്ടു മിനുസമാർന്ന പല വർണ്ണത്തിലുള്ള ചെറു കല്ലുകളാണ് അടിയിൽ. ഒരു കുടന്ന വെള്ളമെടുത്ത് അവൾ മുഖത്തേക്ക് തൂകി. എന്തൊരാശ്വാസം! അമ്മയുടെ കരസ്പർശം പോലെ. ഇങ്ങനെ മനുഷ്യനും പ്രകൃതിയുമായുള്ള പാരസ്പര്യത്തിൻ്റെ സുന്ദരമായ ആഖ്യാനം, അവതരണം എന്ന രീതിയിൽ അംബ എന്ന നോവലിന് ഏറെ പ്രസക്തിയുണ്ട്. രാജകീയ സുഖസൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ തീരുമാനിക്കുന്ന അംബ, എല്ലാവിധ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കരുത്താർജിക്കാൻ തീരുമാനിക്കുന്ന അംബ, തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തീരുമാനിക്കുന്ന അംബ. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ അംബ എന്ന നോവൽ ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന നിലയിലും പ്രസക്തിയുണ്ട്. ഇതിഹാസ നോവൽ വ്യത്യസ്ത വായനകളോടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലും അംബയ്ക്ക് പ്രസക്തിയുണ്ട്. മനോഹരമായ ഭാഷയും ആഖ്യാനവും കൊണ്ട് സുന്ദരമായ നോവൽ നിങ്ങളും വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.